ബീഹാർ ബി.ഡി പോസ്റ്റ് വിവാദത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ന്യായീകരിച്ച കെ.പി.സി.സി. വി.ടി. ബൽറാമിന് ഇതിൽ പങ്കില്ല എന്ന് കെ.പി.സി.സി. പ്രതികരിക്കുന്നു. പാർട്ടി അനുഭാവികളായ ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ് പോസ്റ്റ് തയ്യാറാക്കിയതെന്നും ബൽറാമിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുമാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, വി.ടി. ബൽറാമിന് അതിന്റെ ചെയർമാൻ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചുമതലയുണ്ടായിരുന്നു. ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞത് അത് പുനഃസംഘടിപ്പിക്കുമെന്നും ബൽറാമിനെ മാറ്റും എന്നുള്ള രൂപത്തിലായിരുന്നു. ഇന്നിപ്പോൾ മാറ്റി പറയുകയാണോ സണ്ണി ജോസഫ്? സ്മൃതി, അങ്ങനെയാണ്. നേരത്തെ കെ.പി.സി. അധ്യക്ഷൻ ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. വി.ടി. ബൽറാം ചെയർമാൻ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്നായിരുന്നു. ബി.ഡി പോസ്റ്റ് വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് കെ.പി.സി.സി. അധ്യക്ഷൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ അത് വലിയ വിവാദമാവുകയും വി.ടി. ബൽറാമിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വി.ടി. ബൽറാമിനെയും ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെയും ന്യായീകരിച്ച കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയത്. വി.ടി. ബൽറാമിന് ഒരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഏതായാലും കെ.പി.സി.സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ എക്സ്പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക സംഘമാണ്, പാർട്ടി അനുഭാവികളായ പ്രൊഫഷണൽ സംഘമാണ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ ദേശീയ നിലപാടിനനുസരിച്ചാണ് ആ ഒരു പേജിൽ പ്രതികരിക്കേണ്ടത് എന്നതായിരുന്നു നിലപാട്. പക്ഷേ അതിന് വിരുദ്ധമായി എക്സ്പോസ്റ്റ് വന്നു. അതുമായി ബന്ധപ്പെട്ട് തിരുത്താനും തയ്യാറായിട്ടുണ്ട് കെ.പി.സി. നിർദ്ദേശപ്രകാരം. അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വി.ടി. ബൽറാം ഇപ്പോഴും പദവിയിൽ തുടരുന്നുണ്ട്, ചുമതലയിൽ തുടരുന്നുണ്ട് എന്നാണ് വിശദീകരണം. അതേസമയം വി.ടി. ബൽറാമിനെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമം നടക്കുന്നത് കുൽസിത ശ്രമമാണെന്ന് കൂടി സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കെ.പി.സി.സി. ഡിജിറ്റൽ മീഡിയ വിഭാഗം ഒന്നാകെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. കാരണം തുടർച്ചയായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ഉമാ തോമസ് അടക്കമുള്ളവരെ വേട്ടയാടുന്ന സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഈ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ 3 പ്രധാനപ്പെട്ട അംഗങ്ങൾ തന്നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള നിലപാട് പാർട്ടി വിരുദ്ധ നിലപാടാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നത്. ഹൈക്കമാൻഡ് ഇപ്പോൾ ബി.ഡി പോസ്റ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിരിച്ചുവിടുന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റോഷിപാൽ, അതിലൊരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം കെ.പി.സി.സിക്ക് വേണ്ടി ഈ ഡിജിറ്റൽ മീഡിയ, ഔദ്യോഗികമായ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിൽ നിന്നാണോ ഈ നേതാക്കൾക്കെതിരെ പോസ്റ്റ് വരുന്നത്? അത് വേറൊരു വിഭാഗം ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുകയല്ലേ ചില നേതാക്കൾക്ക് വേണ്ടി? സ്മൃതി, കെ.പി.സി.സി. ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ഒരു വിഭാഗം നേതാക്കൾ ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം ഇന്നലെ കെ.പി.സി.സി. നേതൃയോഗത്തിൽ ഉണ്ടായത്. കൃത്യമായി ഒരു വിഭാഗത്തെ താറടിച്ചു കാറ്റാൻ വേണ്ടി കെ.പി.സി.സി. ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ഉപയോഗിക്കുന്നതാണ്. കാരണം വിവിധ ഗ്രൂപ്പുകളുടെ പ്രതിനിധികളായി പലരും അതിലുണ്ട്. അതിൽ ചില ആളുകൾ അവർ മറ്റു ചില ആളുകളെ, എതിരാളികളെ നിരന്തരം കടന്നാക്രമിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ആക്രമിക്കപ്പെടുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്, രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ നേതാക്കളെ കടന്നാക്രമിക്കുകയാണ്. ഈ കടന്നാക്രമണത്തിന് പിന്നിൽ ഗ്രൂപ്പ് താല്പര്യമാണെന്ന ആരോപണം ഇന്നലെ കെ.പി.സി.സി. യോഗത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങൾ തന്നെ പരസ്യമായി ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നലെയും ഇന്നുമായി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ചട്ടലംഘനം കൂടിയാണ്, പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ്, അച്ചടക്ക ലംഘനം കൂടിയാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ വിഭാഗമാകട്ടെ പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം അനാവശ്യമായ വിവാദങ്ങൾ കൊളുത്തിവിടുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് സണ്ണി ജോസഫിനോട് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ പിരിച്ചുവിടണമെന്ന്. കാരണം ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗം ചില നേതാക്കളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അവരുടെ റീൽസ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, അവരുടെ മാത്രം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ദുരുപയോഗിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പിരിച്ചുവിടുന്ന ആവശ്യം കൂടി ഉയർന്നത്. നേരത്തെ തന്നെ ഈ സ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ബൽറാം എന്ന് കേട്ടിരുന്നു. ബൽറാം ഇപ്പോൾ ഇതിന്റെ ഭാഗമാണോ അല്ലയോ? വി.ടി. ബൽറാം ഇപ്പോഴും ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചെയർമാൻ എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയും. നേരത്തെ പി. സരിൻ കൺവീനറും വി.ടി. ബൽറാം ചെയർമാനുമായിട്ടായിരുന്നു ഡിജിറ്റൽ മീഡിയ വിഭാഗം ഉണ്ടായിരുന്നത്. പക്ഷേ വി.ടി. ബൽറാം കൃത്യമായി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. പി. സരിനെതിരെ നേരത്തെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ഒരു വിഭാഗം അംഗങ്ങൾ പരാതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടുപിന്നാലെ പി. സരിൻ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം കൺവീനർ പദവിയിൽ ആരെയും നിയമിച്ചിട്ടില്ല. പിന്നീട് ഡിജിറ്റൽ മീഡിയ വിഭാഗം നാഥനില്ല കളരിയാകുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു.
ആ ഘട്ടത്തിലാണ് മറ്റു ചില പ്രധാനപ്പെട്ട യുവ നേതാക്കൾ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ഹൈജാക്ക് ചെയ്തു എന്ന ആക്ഷേപം ഉയർന്നത്. അവർ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി റീൽസ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ഉപയോഗിച്ചു എന്നാണ് ആക്ഷേപം. അല്ലാതെ അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഡിജിറ്റൽ മീഡിയ വിഭാഗം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർത്തിയത്. കാരണം ചില വ്യക്തികളുടെ റീൽസ് പ്രചരിപ്പിക്കുന്ന അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ആശയ പ്രചാരണമോ സർക്കാരിനെ തുറന്നു കാട്ടാനോ ഡിജിറ്റൽ മീഡിയ വിഭാഗം ശ്രമിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് സംസ്ഥാനത്തിന് ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. സ്മൃതി, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ ബൽറാമിനെ പ്രതിരോധിച്ചുകൊണ്ട് ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നടത്തിയത്.